ഉത്തർപ്രദേശിൽ കാവടി യാത്രയെ ചൊല്ലി വിവാദം. മുസാഫർ നഗർ പോലീസിന്റെ വിചിത്ര നിർദ്ദേശമാണ് വിവാദത്തിലേക്ക് നയിച്ചത്. കാവടി യാത്ര കടന്നുപോകുന്ന പ്രദേശത്തെ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉടമയുടെ പേര് പുറത്ത് പ്രദർശിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഭക്തർക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് എന്ന് വിശദീകരണം. അതേസമയം സർക്കാർ മതസ്പർദ്ധയുണ്ടാക്കുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, പോലീസ് എന്ത് വിശദീകരണം ആണ് നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട്? മാധു, ഈ ഹിന്ദുക്കളെ സംബന്ധിച്ച് പുണ്യമാസമാണ് ഈ സാവൻ എന്ന് പറയുന്നത്. ജൂൺ 22-ാം തീയതിയാണ് ഈ കാവടി യാത്ര ആരംഭിക്കുന്നത്. ഹിന്ദുക്കൾ പ്രധാനമായിട്ടും ഭക്തർ, തീർത്ഥാടകരെല്ലാം തന്നെ ഉത്തരാഖണ്ഡിലെ ഋഷികേശിലും അതുപോലെ പ്രധാനമായിട്ടും ഹരിദ്വാറിലും എത്തി ഗംഗാജലം ശേഖരിച്ച് തിരിച്ച് ഡൽഹിയിലും ഹരിയാനയിലും എല്ലാം തന്നെ ക്ഷേത്രങ്ങളിലെ ശിവവിഗ്രഹങ്ങളുടെ മുകളിൽ അഭിഷേകം നടത്തുന്നതാണ് ഈ കാവടി യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാവൻ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ യാത്ര കടന്നു പോകുന്ന പാതയിൽ മുസഫർ നഗറിൽ ഉള്ള കടകളെല്ലാം തന്നെ ബേക്കറി, ഹോട്ടൽ, അതുപോലെ തന്നെ വഴിയോര ഭക്ഷണ കച്ചവട കേന്ദ്രങ്ങളിലെല്ലാം ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പുറത്ത് പ്രദർശിപ്പിക്കണം എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് നിർദ്ദേശത്തിലൂടെ വ്യക്തമാക്കുന്നത്. അത് തീർത്ഥാടകർക്കിടയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്രമസമാധാന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് പോലീസിന്റെ വാദം. പക്ഷേ ഇത്തരത്തിലുള്ള വിചിത്ര ന്യായം അല്ലെങ്കിൽ വിചിത്ര ഉത്തരവിലോടുകൂടി ഒരു മതസ്പർദ്ധ അല്ലെങ്കിൽ മതത്തിന്റെ പേരിൽ കടക്കാരിൽ തന്നെ ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലേക്കാണ് കടന്നിരിക്കുന്നത് പോലീസും അധികാരികളും എന്നാണ് ഒരു മറുവാദം പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും ഹിറ്റ്ലർ ഭരണകാലത്ത് ബന്ധപ്പെട്ട വിവാദം, കടക്കാരുടെ പേര് പുറത്ത് പ്രദർശിപ്പിക്കണമെന്ന പോലീസിന്റെ നിർദ്ദേശമാണ് വിവാദമാകുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങൾ നൽകിയത്.